അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തായ സൂറത്തുൻ നിസായിലെ 43 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കിയത്. ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങൾ, കുടുംബ നിയമങ്ങൾ, വിവാഹ നിയമങ്ങൾ, വൈവാഹിക ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ കൈകാര്യം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആരാധനാ കാര്യങ്ങൾ എങ്ങനെയാണ്, ആരാധനകളിൽ ശുദ്ധിയുണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത, അഥവാ വെള്ളം കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം ഇനി വേറെ ഒരു സബ്ജക്റ്റ് അള്ളാഹു അതിനിടയിൽ പറയുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബി യശ്തറൂന അദ്ദലാലത വയുരീദൂന അൻ തളില്ലു സബീൽ. അലം തറ ഇലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബ്. വേദപുസ്തകത്തിൽ നിന്ന്, വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഭാഗം കിട്ടിയ ആളുകളെ നീ കണ്ടില്ലേ? യശ്തറൂന അദ്ദലാലത, അവർ വഴികേട് വിലക്ക് വാങ്ങുകയാണ്. വയുരീദൂന, അവരാഗ്രഹിക്കുകയും ചെയ്യുന്നു. അൻ തളില്ലു സബീൽ, നിങ്ങൾ വഴിതെറ്റിപ്പോകണമേ എന്ന്. ഇത് ഇസ്ലാമിൻ്റെ, മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ശത്രുവായി ആ സമയത്ത് മദീനയിലുണ്ടായിരുന്ന ജൂത വിഭാഗങ്ങളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധ ക്ഷണിക്കുന്നത്. മദീനയിലുണ്ടായിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാർ വാങ്ങുകയും അല്ലെങ്കിൽ കരാറിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷം അത് ലംഘിച്ച പ്രധാനപ്പെട്ട 3 ജൂതഗോത്രങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാകും. ബനൂ നളീർ, ബനൂ ഖൈനുഖാ, ബനൂ ഖുറൈള. ഈ 3 ജൂതഗോത്രങ്ങൾ ഒരർത്ഥത്തിൽ കുപ്രസിദ്ധരാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്നപ്പോൾ മദീനയിൽ ഒരു കരാർ ഉണ്ടാക്കുന്നുണ്ട് അവിടെയുള്ള വിഭാഗങ്ങളുമായിട്ടൊക്കെ. അവിടെയുള്ള അറബ് ഗോത്രങ്ങൾ, അവിടെയുള്ള ജൂതഗോത്രങ്ങൾ ഇരുവരുമായിട്ടൊക്കെ ഒരു കരാറിലുണ്ട്. ആ കരാർ വസീഖത്ത് മദീന, മദീന ചാർട്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ഒരൊറ്റ ഉമ്മത്താണ് എന്നാണ്. നമ്മൾ ഈ മദീനക്കാരെല്ലാവരും ഒരു വിഭാഗമായിരിക്കും. നമ്മൾ സാധാരണ ഈ നമ്മുടെ പ്രതിജ്ഞയിൽ പറയാറില്ലേ, നാം ഇന്ത്യക്കാരെല്ലാവരും ഒന്നാണെന്ന് പറയാറില്ലേ, എന്നതുപോലെയുള്ള ഒരു കരാറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യം മദീനയിലെത്തിയപ്പോൾ നാം മദീനക്കാർ, നമ്മളെല്ലാവരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി അവരെ നേരിടണം. മുസ്ലിങ്ങൾ വേറെ, ജൂതന്മാർ വേറെ, അറബികൾ വേറെ എന്നുള്ള മുശ്രിക്കുകൾ വേറെ, ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല. നമ്മൾ ഒറ്റക്കെട്ടായി നമ്മുടെ നാടിനെ സംരക്ഷിക്കണം. ഇങ്ങനെയൊക്കെയുള്ള പല ക്ലോസുകളും വെച്ചുകൊണ്ടുള്ള ഒരു കോൺട്രാക്റ്റ്, വേണമെങ്കിൽ ഒരു ഭരണഘടന എന്ന് പറയാം. മദീന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണഘടന. പക്ഷേ വളരെ തന്ത്രപരമായി മദീനക്കകത്ത് നിന്നുകൊണ്ട് തന്നെ തുരപ്പൻ പണിയെടുക്കുകയായിരുന്നു ജൂതന്മാർ ചെയ്തത്, അല്ലെങ്കിൽ ജൂതന്മാരിലെ പ്രധാനപ്പെട്ട ചില ഗോത്രങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുസ്ലിങ്ങളുടെ സഹകാരികളും
സുഹൃത്തുക്കളുമാണ് എന്ന് നടിക്കുകയും എന്നാൽ ഒപ്പം ഉള്ളിൽ നിന്ന് ത്വരപ്പൻ പണിയെടുക്കുകയും ചെയ്തവരായിരുന്നു അവർ. ഇനി അവരെക്കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില താക്കീതുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം അല്ലാഹു ചോദിക്കുന്ന അലം തറ എന്നാണ്. എന്താ ഈ അലം തറ എന്ന് പറഞ്ഞാൽ? അലം തറ എന്ന വാക്കിൻ്റെ അർത്ഥം നീ കണ്ടില്ലേ എന്നാണ്. ഇത് ഒരു കാഴ്ച എന്നതിനപ്പുറം നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നത് നീ കണ്ണുകൊണ്ട് ഇത് കണ്ടോ എന്നർത്ഥത്തിലല്ല. പ്രധാനമായും നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നത് അത്ഭുതം പ്രകടിപ്പിക്കാൻ വേണ്ടി. ഓ, നിങ്ങൾ കണ്ടില്ലേ ആ നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടോന്നല്ല. അതത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടായത് നിങ്ങൾ കണ്ടില്ലേ എന്ന സങ്കടത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും, ഇത് രണ്ട് രൂപത്തിലും ഈ അലന്തറ പ്രയോഗിക്കും. ഓ, നിങ്ങൾ കണ്ടില്ലേ എന്തു മനോഹരം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം. ഓ, നിങ്ങൾ കണ്ടില്ലേ എന്തൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ സങ്കടം. അപ്പോൾ വലിയ അത്ഭുതം പ്രകടിപ്പിക്കാനും അലന്തറ എന്ന് പ്രയോഗിക്കും, സങ്കടം പ്രകടിപ്പിക്കാനും അലന്തറ എന്ന് പ്രയോഗിക്കും. പിന്നെ ചില കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കും. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു സൂറത്തുണ്ട്, സാധാരണ ഇതിലെ ആളുകൾ അതിനെയാണ് അലന്തറ എന്ന് പറയാം. ഏതാ? അതെ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷമാണ് ആമുൽ ഫീൽ എന്നാണ് പൊതുവെ ചരിത്രകാരന്മാർ പറയുന്നത്. ആന വർഷം എന്നാണ് ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ. ആനക്കലഹം നടന്ന വർഷമാണ്. അതിനെക്കുറിച്ചാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഈ ആനക്കാരെ കൊണ്ട് അള്ളാഹു എന്താ ചെയ്തത് എന്ന് നീ കണ്ടില്ലേ എന്നാണ്. അപ്പം അവിടെ ജനങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവത്തെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അത്ഭുതത്തോടുകൂടി എന്താ അവർക്ക് പറ്റിയത് എന്ന് കണ്ടില്ലേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അലം തറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ശ്രദ്ധ അത്ഭുതത്തോടെയോ സങ്കടത്തോടെയോ ക്ഷണിക്കുക എന്നുള്ളതാണ്. ഇവിടെ സത്യവിശ്വാസികളോട് പറയണം, അലം തറ നിങ്ങൾ കണ്ടില്ലേ. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഇലല്ലദീന ഊതൂ നസീബം മിനൽ കിതാബ്. കിതാബിൽ നിന്ന് ഒരു ഭാഗം നൽകപ്പെട്ടവർ. നസീബ് എന്ന് പറഞ്ഞാൽ വിഹിതം എന്നാണ് അർത്ഥം. നമ്മൾ അനന്തരാവകാശത്തിൻ്റെ നിയമം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നസീബ് എന്ന് പറഞ്ഞാൽ വിഹിതം എന്നാണ്. ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വാപ്പിയും ഉമ്മയും അനന്തരാവകാശം വിട്ടേച്ചു പോയതിൽ വിഹിതമുണ്ട്, നസീബ് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ അള്ളാഹു പറയാണ് ഇലല്ലദീന ഊതൂ നസീബം മിനൽ കിതാബ്. വേദത്തിൻ്റെ ഒരു വിഹിതം നൽകപ്പെട്ടവരെ നീ കണ്ടില്ലേ എന്നാണ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേദത്തിൻ്റെ ഒരു വിഹിതം, തൗറാത്ത്. ഇപ്പോൾ പ്രധാനമായും ജൂതന്മാരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തൗറാത്ത്. അപ്പോൾ തൗറാത്ത് കിട്ടിയവരെ കുറിച്ച് എന്തുകൊണ്ടാണ് വേദത്തിൻ്റെ ഒരു വിഹിതം കിട്ടിയവർ എന്ന് പറയുന്നത്? രണ്ട് കാരണങ്ങളാണ് അങ്ങനെ ഇവരെക്കുറിച്ച് വേദത്തിൻ്റെ പാർട്ട് കിട്ടിയവർ, വേദത്തിൻ്റെ വിഹിതം കിട്ടിയവർ എന്ന് പറയാൻ കാരണമായി രണ്ട് കാരണങ്ങളാണ് മുഫസ്സിറുകളൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് നൽകപ്പെട്ടിട്ടുള്ള വേദങ്ങളൊന്നും പൂർണ്ണമല്ല. ഇബ്രാഹിം നബിക്ക് വേദം കൊടുത്തതായി ഖുർആനിലുണ്ട്, പേരൊന്നും പറയുന്നില്ല. സുഹുഫ് ഇബ്രാഹിം ആണ് ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത്. ഇബ്രാഹിം നബിക്ക് കൊടുത്തിട്ടുള്ള ഏടുകൾ എന്നാണ്, ആ വേദത്തിൻ്റെ പേര് പറയുന്നില്ല. പിന്നെ ദാവൂദ് നബിക്ക് വേദം കൊടുത്തതായി ഖുർആൻ പറയുന്നുണ്ട്, അതിൻ്റെ പേര് പറയുന്നുണ്ട്. ഏതാണ്? സബൂർ. സബൂർ എന്ന വേദം ദാവൂദ് നബിക്ക് കൊടുത്തിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന് വേദം കൊടുത്തതായി പറയുന്നുണ്ട്. ഏതാണ്? തോറ അല്ലെങ്കിൽ തൗറാത്ത്.
ഈസാ നബി അലൈഹിസ്സലാമിന് വേദം കൊടുത്തതായി ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേതാ? ഇഞ്ചീൽ. അപ്പോൾ നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന, ഇപ്പോൾ സുഹ്ഫ് ഇബ്രാഹിം, സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ, അവസാനത്തെ ഖുർആനെ കുറിച്ച് സാധാരണ 4-ാം വേദം എന്ന് പറയാറുണ്ട്. മുസ്ലിങ്ങളെ കുറിച്ച് 4-ാം വേദക്കാർ എന്ന് പറയാറുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? 4-ാം വേദക്കാർ എന്ന് പറയാൻ കാരണം സാധാരണ ഇതിൽ ഇബ്രാഹിം നബിക്ക് നൽകിയത് വേദഗ്രന്ഥം എന്നർത്ഥത്തിൽ പേരില്ലാത്തതുകൊണ്ട് സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ, ഖുർആൻ, ഇതാണ് 4-ാമത്തെ. അതുകൊണ്ടാണ് 4-ാം വേദം എന്ന് ഖുർആനെ കുറിച്ച് പറയുകയും ആ വേദം പിൻപറ്റിയവരെ കുറിച്ച് 4-ാം വേദക്കാർ എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരഭിപ്രായത്തിൽ ഇതിനു മുമ്പ്, ഖുർആന് മുമ്പ് വന്നതൊക്കെ വേദങ്ങളുടെ ഭാഗങ്ങളാണ്. തൗറാത്താകട്ടെ, ഇഞ്ചീലാകട്ടെ, സബൂറാകട്ടെ, ഇതൊക്കെ പാർട്ടുകളാണ്. പൂർണ്ണമായ ഒരു വേദം ഏതാണ്? ഖുർആനാണ്. ബാക്കിയുള്ളതൊക്കെ അക്കാലത്തേക്ക്, ആ ദേശത്തേക്ക്, ആ ജനതക്ക് അവർക്ക് വേണ്ടി നൽകപ്പെട്ടത്. അതുകൊണ്ട് അതിനൊരു സമ്പൂർണ്ണ വേദഗ്രന്ഥം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് തൗറാത്തിനെയും ഇഞ്ചീലിനെയും അത് കിട്ടിയവരെയൊക്കെ ഊത്തു നസീബം മിനൽ കിതാബ് എന്ന് പറഞ്ഞതെന്നാണ് ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അല്ല നിങ്ങൾ ഇവരെ കണ്ടില്ലേ എന്നല്ലേ? ഒരു കൂട്ടരെ കാണിച്ചിട്ടാണല്ലോ അള്ളാഹു പറയുന്നത്, അലം തറ ഇലല്ലദീന ഊത്തു നസീബം മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഭാഗം കിട്ടിയ ഈ കൂട്ടരെ നിങ്ങൾ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളാണ്. അവർക്ക് അവരുടെ കയ്യിൽ വേദഗ്രന്ഥം മുഴുവനില്ല. പകരം എന്തേ ഉള്ളൂ? വേദത്തിൻ്റെ ചില പൊട്ടും പൊടിയേ ഉള്ളൂ, വേദത്തിൻ്റെ ചില കഷ്ണങ്ങളേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലം എന്ന് പറയുന്നത് ഇപ്പോൾ 7-ാം നൂറ്റാണ്ടാണ്. നബിയുടെ പ്രബോധനം ആരംഭിക്കുന്ന കാലം എന്ന് പറയുന്നത്. ഇവർ വേദഗ്രന്ഥത്തിൽ കുറേ അധ്യായങ്ങൾ കൂട്ടിച്ചേർക്കുകയും കുറേ അധ്യായങ്ങൾ കളയുകയും കുറേ ഭാഗങ്ങൾ അവരുടെ വക ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബൈബിൾ എന്ന് പറയുന്ന, ഇപ്പം ഇന്ന് നമ്മൾ കാണുന്ന ബൈബിളിനെ നമുക്ക് വേദഗ്രന്ഥം എന്ന് പറയാൻ പറ്റില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിക്ക് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥമല്ല ബൈബിൾ. ബൈബിൾ എന്ന് പറയുന്നത് മത്തായിയും പൗലോസും യോഹന്നാനും ഇവരൊക്കെ കൂടി എഴുതിയിട്ടുള്ള അവരെഴുതിയ സുവിശേഷങ്ങളാണ്. പിന്നെ പല നാട്ടുകാർക്ക് എഴുതിയ കത്തുകളാണ്. അതിനു മുമ്പ് പിന്നെ ഈ പഴയ നിയമം എന്ന് പറയുന്നത് മോശെ അല്ലെങ്കിൽ മൂസ അല്ലെങ്കിൽ മോസസ് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് കുറേ ആളുകൾ പിന്നീട് എഴുതിയുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിലൊക്കെ എന്തുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയോടും മൂസാ നബിയോടും പറഞ്ഞിട്ടുള്ള കൽപ്പനകളുടെ ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇവരെഴുതിയുണ്ടാക്കിയതാണ്. എന്തായിരുന്നാലും ഈസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ ഈസാ നബി മരിച്ചു എന്നുണ്ടാവില്ലല്ലോ. ഉണ്ടാവുമോ? ഈസാ നബിയെ കുരിശിലേറ്റി ഈസാ നബി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ ബൈബിളിലുണ്ട് അല്ലേ? പരിശുദ്ധ ഖുർആൻ അതിനെ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. വമാ ഖതലൂഹു യഖീന, ഈസാ നബി അവർ കൊന്നിട്ടേയില്ല. വമാ ഖതലൂഹു വമാ സ്വലബൂഹു, ഈസാ നബിയെ അവരെ കൊല്ലുകയോ കുരിശിലേറ്റുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന് നേരെ വിപരീതമായി ഈ ബൈബിളിലും 4 സുവിശേഷങ്ങളിലും നമുക്ക് കാണാൻ പറ്റും, യേശുവിനെ കുരിശിൽ തറച്ചു, യേശു കുരിശിൽ തറച്ച് മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന്. ഇതാരുണ്ടാക്കിയതാ? ആരെഴുതിയതാ? യേശുവിന് ഈ പറഞ്ഞതിൻ്റെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ യേശുവിന് ശേഷം എഴുതിയതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും കയ്യിലുണ്ടായിരുന്ന വേദത്തിൻ്റെ പാർട്സുകളെക്കുറിച്ചാണ്. അവരുടെ കയ്യിൽ വേദമില്ല, വേദത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് അലം തറ ഇലല്ലദീന ഊതു നസീബം മിനൽ കിതാബ്, വേദത്തിൻ്റെ ചില ഭാഗങ്ങൾ കിട്ടിയവർ എന്ന് പറഞ്ഞത്. ഈ 2 വ്യാഖ്യാനവും നമുക്ക് കാണാം. എന്നിട്ട് അല്ലാഹു പറയാണ് യഷ്തറൂന ലലാലത, ഈ വേദത്തിൻ്റെ കുറച്ച് ഭാഗം കയ്യിൽ കിട്ടിയ ഇവർ ലലാലത്ത് വാങ്ങിയവരാണ്. ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ടത് എന്താ? ഹിദായത്താണ്. ഹിദായത്തിന് നേരെ ഓപ്പോസിറ്റാണ് ലലാലത്ത്. ഇവർ സന്മാർഗമല്ല പ്രതീക്ഷിക്കുന്നത്, അവർക്ക് വേണ്ടത് ദുർമാർഗമാണ്.
അവരുടെ കയ്യിൽ വേദമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവർ അഹ്ലുൽ കിതാബ് എന്ന് പറയുന്നത്. പക്ഷേ ആ വേദക്കാരായതോടൊപ്പം തന്നെ അവർ ലലാലത്താണ് വാങ്ങുന്നത്. അപ്പോൾ മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരുടെ ഒരു പ്രകൃതം, അവരുടെ ഒരു രീതി, സ്വഭാവം, അത് വിശദീകരിക്കാൻ വേണ്ടിയാണ് അവരെക്കുറിച്ച് യസ്തറൂന ലലാലത്ത, ഇസ്തറ എന്ന് പറഞ്ഞാൽ അർത്ഥം വാങ്ങിനാണ്, വില കൊടുത്ത് വാങ്ങുന്നതിനാണ് ശരിക്ക് ഇസ്തറ എന്ന് പറയാം. അപ്പോൾ അവർ ലലാലത്തിനെ വില കൊടുത്തു വാങ്ങിയവരാണ്. ഇത് അവതരിപ്പിക്കപ്പെടാൻ ഒരു പശ്ചാത്തലമായി തഫ്സീറുകളിലൊക്കെ കാണുന്നൊരു സംഭവം, ഉഹദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം മദീനയിലുണ്ടായിരുന്ന ജൂതന്മാർ മക്കയിൽ പോകുന്നുണ്ട്. അവർ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ശത്രുക്കൾ അഥവാ മക്കയിലെ മുശ്രിക്കുകളോട്, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളിവിടുന്ന് നാട്ടി പുറത്താക്കിയ മുഹമ്മദും സംഘവും ഇപ്പം ഞങ്ങൾക്ക് വലിയ ശല്യമായിട്ടുണ്ട്. അവർ മദീനയിലുണ്ട്, അവർ ഞങ്ങൾക്ക് വലിയ ശല്യമാണ്. അതുകൊണ്ട് അവരെ മദീനത്ത് നിന്ന് പുറത്താക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ആരത് പറയുന്നത്? നബിയായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയ, കരാറുണ്ടാക്കിയ ജൂതന്മാർ ചെന്നിട്ട് രഹസ്യമായി മക്കയിലുള്ള മുശ്രിക്കുകളെ കാണുകയും അവരോട് മുസ്ലിങ്ങളെക്കുറിച്ച് കുറ്റം പറയുകയും ചെയ്യുന്നു. അപ്പം മുശ്രിക്കുകളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ വേദമൊക്കെ അറിയുന്ന ആൾക്കാരാണല്ലോ, വലിയ എഴുത്തും വായനയൊക്കെ അറിയുന്ന ആൾക്കാരാണല്ലോ, നിങ്ങൾ പണ്ഡിതന്മാരാണല്ലോ, ഞങ്ങൾക്ക് വിവരമല്ല, ഞങ്ങൾ ഉമ്മിയാണ്, ഞങ്ങൾക്ക് വായിക്കാനൊന്നും അറിയില്ല. ഞങ്ങൾ മുഹമ്മദിനെ ഇവിടുന്ന് പുറത്താക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് ഒരു പുത്തൻ വാദക്കാരനായതുകൊണ്ടാണ്, പുത്തൻ ദീന് കൊണ്ടുവന്നതുകൊണ്ടാണ്. മുഹമ്മദിൻ്റെ ദീനാണോ ഞങ്ങളെ ദീനാണോ നല്ലത്? ഇതോ നിങ്ങൾ പറയണം എന്ന് പറയും. കഅബ് ഇബ്നു അഷ്റഫ് എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിലെ, മദീനത്ത് നിന്ന് വന്ന ജൂത പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ പ്രമുഖനായിരുന്നു. കഅബ് ഇബ്നു അഷ്റഫ്, ഏതാണ് നിങ്ങളുടെ മതം, അതിൻ്റെ രീതി എന്താണ്, ആചാരം എന്താണെന്നൊക്കെ പരിശോധിച്ചിട്ട് കഅബ് ഇബ്നു അഷ്റഫ് പറഞ്ഞു, അന്തും വല്ലാഹി അഹ്ദാ സബീലം മിമ്മാ ഹുവ അലൈഹി, മുഹമ്മദ് നബിയുടെ ദീനിനേക്കാളും നിങ്ങളുടെ ദീനാണ് നല്ലത്. മൂപ്പരൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് അവിടെ എഴുതി കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ചാണ് അലം തറ ഇലല്ലദീന ഊതൂ നസീബം മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൻ്റെ ഒരു കഷ്ണം കയ്യിൽ വെച്ച ഈ ആളുകൾ യസ്തറൂന ലലാലത, അവർ ലലാലത്തിന് വില കൊടുത്തു വാങ്ങിയത് നിങ്ങൾ കണ്ടില്ലേ? ശരിക്കും അവർക്ക് അറിയാം. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ പ്രവാചകനാണെന്നൊക്കെ വ്യക്തമായി അറിയുന്ന ആളുകളാണ് ജൂതന്മാർ. പക്ഷേ അവരെന്താ പറഞ്ഞത്? നിങ്ങളാണ് കേട്ടോ നല്ലത്. മുശ്രിക്കുകളായി, ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുമതം, ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, ഇതാണിപ്പോൾ ലോകത്ത് സെമിറ്റിക് മതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് ഒരുപാട് സാമ്യതകൾ കാണാൻ പറ്റും. കാരണം ഇതൊക്കെ ഒരേ സോഴ്സിൽ നിന്നാണ്. പിന്നീട് പിൽക്കാലത്ത് ജൂത പുരോഹിതന്മാരും ക്രിസ്തീയ പുരോഹിതന്മാരൊക്കെ അതിൽ കുത്തിക്കയറ്റി ഉണ്ടാക്കിയ കുറേ കാര്യങ്ങളിലെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായി ഇതൊക്കെ ഒരൊറ്റ സോഴ്സിൽ നിന്ന് വന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എലോഹീം, ഇലാഹ്, അറബ് നാട്ടിലൊക്കെ ഈ ക്രിസ്തീയ പുരോഹിതന്മാർ അള്ളാഹു എന്നാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ കർത്താവ് എന്നല്ല വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ ചില ക്രിസ്തീയ പുരോഹിതന്മാരൊക്കെ പറയുന്നുണ്ട് അള്ളാഹു ഖുറൈശികളുടെ ഗോത്ര ദൈവമാണെന്നൊക്കെ എഴുതാറുണ്ട്. ഞാൻ അതിൻ്റെ ചോട്ടിൽ പോയിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതിയ അച്ചായന്മാരുടെ ചോട്ടിൽ ഞാൻ കൊണ്ടുപോയിട്ട് ഈ ഇവിടെയുള്ള അറബ് ബൈബിളിൻ്റെ കോപ്പി ഞാൻ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിരുന്നു. അതിൽ അള്ളാഹു എന്നാണ് പറയുന്നത്, വേറൊരു വാക്കുമല്ല. അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് സൃഷ്ടിപ്പ് ആരംഭിച്ചത് എന്ന് അള്ളാഹു തന്നെയാണുള്ളത്. അപ്പോൾ അള്ളാഹു തന്നെയാണ് അവരും പറഞ്ഞത്. വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുകയും ഏകദൈവത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ഈ മൂന്ന് കൂട്ടരും. പിന്നെ അവരതിനെ ത്രിയേകത്വമൊക്കെ കൊണ്ടുവന്ന ക്രിസ്ത്യാനികൾ, അതെന്താണെന്ന് അവർക്കും അറിയില്ല, പറയുന്ന ആളുകൾക്കും അറിയില്ല, കേൾക്കുന്ന ആളുകൾക്കും അറിയില്ല. പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സോഴ്സ് ഒന്നാണെന്നുള്ളത് കൊണ്ടാണ് ഈ മതങ്ങളുടെ. എന്നിട്ട് ഇവരോട് ഈ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ ഷിർക്ക്, അക്ഷരാർത്ഥത്തിൽ ഷിർക്ക് ചെയ്യുന്നവരാണ്. അവർ വന്നിട്ട് ഇവരോട് ചോദിച്ചു, ഞങ്ങളാണോ അവരാണോ നല്ലത്, മുഹമ്മദ് നബിയാണോ ഞങ്ങളാണോ നല്ലത്? അപ്പോൾ ഇവർ പറയാണ്, മുഹമ്മദ് നബിനേക്കാൾ നിങ്ങളെന്താ തങ്കപ്പെട്ട ആൾക്കാരല്ലേ, നിങ്ങളുടെ ദീൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്ന് പറഞ്ഞ് പുറത്ത് കട്ടിയിട്ട് അവർക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നാണ്.
ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇത് ഇനി 51-ാമത്തെ ആയത്തിൽ വരാൻ പോകുന്നുണ്ട്. അലം തറ ഇലല്ലദീന ഊതു നസീബം മിനൽ കിതാബ്, ഇതേ രൂപത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് പോയി യുമിനൂന ബിൽ ജിബ്തി വത്താഊത്ത്. ഇവർ ജിബ്ത്തിലും താവൂത്തിലും അവർ വിശ്വസിക്കുന്നുണ്ട്. അതെന്താ നമ്മൾ അപ്പം വിശദീകരിക്കാം. വയഖൂലൂന ലില്ലദീന കഫറു, പ്രത്യേകം ശ്രദ്ധിക്കുക, നിഷേധികളായ ആളുകളോട് അവർ പറയുന്നു ഹൗലായി അഹ്ദാ മിനല്ലദീന ആമനൂ സബീല, സത്യവിശ്വാസികളെക്കാൾ നിങ്ങളാണ് സന്മാർഗം സിദ്ധിച്ചവർ എന്ന് അവരെക്കുറിച്ച് അവരോട് പറയുന്നു. ഇതാണ് യഷ്തറൂനല്ലലാലത്ത, അവർ ദുർമാർഗം വാങ്ങുന്നു എന്ന്, വഴികേട് വിലക്ക് വാങ്ങിയിരിക്കുന്നു, ലലാലത്തിനെ സന്മാർഗമായി കണക്കാക്കുക. കാരണം മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വഴിപിഴച്ചു പോയവരാണ്. അവരെക്കുറിച്ചാണ് ഈ വേദം കിട്ടിയ ആളുകൾ പറഞ്ഞു നിങ്ങളാണ് യഥാർത്ഥത്തിൽ നല്ല സത്യവിശ്വാസികൾ എന്നവരെക്കുറിച്ച് പറയുന്നു. കാപട്യത്തിൻ്റെ ആഴം നോക്കുക. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇനി തൊട്ടടുത്ത ആയത്ത് 45-ാമത്തെ ആയത്ത്, വല്ലാഹു അഅലമു ബിഅഅദാഇകും, അള്ളാഹ്ക്ക് വ്യക്തമായിട്ടറിയാം നിങ്ങളുടെ ശത്രുക്കൾ ആരാണ് എന്ന്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ ജൂതന്മാർ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായി അഭിനയിക്കുകയാണ്. അള്ളാഹ്ക്കറിയാം അവർ നിങ്ങൾക്കെതിരെ കോപ്പ് കൂട്ടുന്നുണ്ട്. ബിഅഅദാഇകും, നിങ്ങളുടെ ശത്രുക്കളാരാണ് എന്ന് അള്ളാഹ്ക്ക് നന്നായിട്ടറിയാം. വകഫാ ബില്ലാഹി വലിയ, അള്ളാഹു നിങ്ങൾക്ക് രക്ഷകനായിട്ട് അള്ളാഹു മതി. വകഫാ ബില്ലാഹി നസീറ, സഹായിയായിട്ടും അള്ളാഹു മതി. നിങ്ങൾക്കെതിരെ തുരപ്പം പണി എടുക്കാൻ ഇവർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ശരിക്ക് ഉഹദ് യുദ്ധം നടക്കുന്നത് ഏത് വർഷത്തിലാണ് ഓർമ്മ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഹിജ്റ 3-ാമത്തെ വർഷത്തിലാണ്. ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്ന യുദ്ധം ഏതാ? പ്രധാനപ്പെട്ട യുദ്ധം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഖന്തഖ് യുദ്ധം. അത് നടക്കുന്നത് 5-ാമത്തെ വർഷത്തിലാണ്. ഹിജ്റ 5-ാമത്തെ വർഷത്തിലാണ്. ഈ ഖന്തഖ് യുദ്ധത്തിന് വേറൊരു പേരുണ്ട്. എന്താ? അഹ്സാബ് എന്നാണ്. ഖന്തഖ് എന്നുള്ളത് അവിടെ ആ കിടങ്ങ് കുഴിച്ചുകൊണ്ടാണ് അങ്ങനെ പേരുണ്ട്. അഹ്സാബ് യുദ്ധം ഖുർആനിൽ അൽ അഹ്സാബ് എന്നുള്ളൊരു ഒരു അധ്യായം തന്നെ ഉണ്ട്. അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യശക്തികൾ എന്നാണ്. എന്താണ് ആ യുദ്ധത്തിന് ആ പേര് വരാൻ കാരണം എന്നറിയോ? ഇവർ ഉഹദ് യുദ്ധശേഷം ഇവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരൊക്കെ പതുക്കെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായിട്ട് ഒരു രഹസ്യ കരാറുണ്ടാക്കി. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ജൂതന്മാർ, മദീനക്കകത്ത് നിന്ന് ജൂതന്മാരും മദീനക്ക് പുറത്ത് നിന്ന് മുശ്രിക്കുകളും മറ്റ് അറബ് ഗോത്രങ്ങളും ഒക്കെ കൂടിയിട്ടൊരു സഖ്യശക്തികളായി മാറി. അങ്ങനെയാണ് അഹ്സാബ് യുദ്ധം എന്ന് പറയുന്ന. ശരിക്ക് ആ യുദ്ധം നടക്കുമായിരുന്നുവെങ്കിൽ മദീന തകരുമായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ തന്ത്രപരമായി അവരെ ആടുകിടന്നിടത്ത് പൂട പോലുമില്ല എന്ന മട്ടിൽ അവരവിടുന്ന് ആട്ടിപ്പായിച്ചു. അതാണ് അഹ്സാബിൽ സംഭവം. പക്ഷേ അഹ്സാബ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലമായി പറയുന്നു, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ ശത്രുക്കളുടെ കൂടെ കൂടിച്ചേർന്നവരാണ് ഇവർ എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് വല്ലാഹു അഅലമു ബിഅഅദാഇകും എന്ന് പറയുന്നത്. ഇനി 46-ാമത്തെ ആയത്തിലേക്ക് വരിക. മിനല്ലദീന ഹാദു. ഹാദു എന്ന് പറഞ്ഞാൽ ജൂതന്മാരായവർ എന്നാണ്. ജൂതന്മാർ എന്നല്ല, ജൂതന്മാർ എന്ന് പറയുന്നത് യഹൂദ് എന്നാണ് പറയുക. ജൂതന്മാരായവർ എന്നാണ്. ശരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നസ്രാനികൾ, യഹൂദികൾ, ഈ രണ്ട് കൂട്ടരെയും കുറിച്ച് പറയുന്നുണ്ട്. അവർ യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചതോ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചതോ അല്ല നസ്രാനി മതവും യഹൂദ മതവും. അത് പിൽക്കാലത്ത് അവർ കെട്ടിണ്ടാക്കി. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നവർ മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ, ഇബ്രാഹിം നബി ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല എന്ന് പറയുന്നത്. എന്നിട്ട് ആ ജൂതമതത്തെയും ക്രിസ്തുമതത്തെയും അള്ളാഹു പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അടിസ്ഥാനം? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജൂതന്മാരാണ് ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നത്? ആരാണ് നിങ്ങൾക്ക് ഈ പേരിട്ടത്? നിങ്ങൾ യഥാർത്ഥത്തിൽ ഈസാ നബിയുടെ അനുയായികളാണെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളാണ് ആവേണ്ടത്. മൂസാ നബിയുടെ അനുയായികളാണെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളാണ് ആവേണ്ടത്. യാക്കൂബ് നബിയുടെ അനുയായികളാണെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളാണ് ആവേണ്ടത്. ഇബ്രാഹിം നബിയുടെ അനുയായികളാണെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളാണ് ആകേണ്ടത്. കാരണം ഇബ്രാഹിം നബി
യാക്കൂബ് നബി, ഇസ്ഹാഖ് നബി, മൂസാ നബി, ഈസാ നബി, ഇവരെല്ലാവരും മുസ്ലിങ്ങളായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ മിനല്ലദീന ഹാദു എന്നവർ, നിങ്ങൾ കൃത്രിമമായി കെട്ടിയുണ്ടാക്കിയിട്ട് ജൂതന്മാരായി തീർന്നവർ, അവരെല്ലാവരും ഒരുപോലെ അല്ല. മിനല്ലദീന ഹാദു എന്നാണ്, ജൂതന്മാരായി തീർന്നവരിൽ കുറച്ചാൾക്കാർ. യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി, അവർ കലിമത്തിൻ്റെ ജമ്മാണ് കലിം. കലിമത്ത് എന്ന് പറഞ്ഞാൽ വാക്ക്, വേർഡ്. കലിം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന വാക്കുകൾ. വാക്കുകൾ അവർ മാറ്റുന്നു. ഹറഫ യുഹർരിഫു, ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം എന്നാണ്. ഹറഫ യുഹർരിഫു, യുഹർരിഫൂനൽ കലിം, വാക്കുകളെ അവർ മാറ്റിമറിക്കുന്നു. അൻ മവാദിഇഹി, അതിൻ്റെ സ്ഥാനത്ത്. ഓരോ വാക്കിനും ഓരോ സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്ത് നിന്ന് ആ വാക്ക് മാറ്റിയാൽ വേറർത്ഥം വരും. നമ്മൾ സാധാരണ എല്ലാ ഭാഷയിലുള്ളതാണിത്. സാഹചര്യവും സന്ദർഭവും മനസ്സിലാക്കാതെ നിങ്ങളൊരു കാര്യം പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ തെറ്റായ ആശയമായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ സാധാരണ പറയാറുണ്ട് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തു, അല്ലേ? സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തു എന്ന് പറയാറുണ്ട്. കാരണം ചില കാര്യങ്ങൾ ആ സന്ദർഭത്തോട് ഫിറ്റാക്കിയാൽ അതെന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾ അതിൽ നിന്ന് എടുത്താൽ, ഞാൻ ഒരു ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികളെ, മുശ്രിക്കുകളെ കണ്ടയിടത്ത് വെച്ച് കൊല്ലാൻ പറയുന്നുണ്ട് ഖുർആൻ. ഒരാൾ അതിനെടുക്കുകയാണ്, വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, ആ ഭാഗം അത് അവിടെ നിന്ന് കട്ട് ചെയ്തു. എന്നിട്ട് കണ്ടില്ലേ ഖുർആൻ പറയുന്നത്, കണ്ടില്ലേ? മുസ്ലിങ്ങളല്ലാത്തവരെയൊക്കെ കിട്ടിയിടത്ത് വെച്ച് കണ്ടയിടത്ത് വെച്ച് കൊല്ലണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെയാണ്. എവിടെ വെച്ചാണോ അവരെ കാണുന്നത് അവിടെ വെച്ച് തട്ടിക്കളിയാണ്. പക്ഷെ അത് ഏത് സമയത്താണ്? യുദ്ധത്തിൻ്റെ സമയത്താണ്. യുദ്ധരംഗത്ത് നിങ്ങൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ അവരെ എവിടെ വെച്ച് കണ്ടാലും അവരെ കൊന്നുകളയണം എന്ന് പറയുന്ന ഭാഗം പതുക്കെ അവിടെ നിന്ന് എടുത്തു. ആ ഭാഗത്തിൻ്റെ അടർത്തി എടുത്തു. എന്നിട്ട് പറയാണ്, കണ്ടില്ലേ ഖുർആനിൽ മുസ്ലിങ്ങളല്ലാത്തവരെയൊക്കെ വെട്ടിക്കൊല്ലാനാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്, എമുക്കൾ എന്നൊരു കൂട്ടരുണ്ട്. എമുക്കൾ അറിയോ? കേട്ടിട്ടില്ല? ആ, എമു ഇതൊന്നല്ല, ഇതിപ്പം നമ്മുടെ നാട്ടിലുള്ളൊരു പ്രത്യേക വിഭാഗം. അവർ എന്താ പറയുക വെച്ചാൽ എക്സ് മുസ്ലിംസ് എന്നാണ് അവർ പറയുന്നത്. അതാണ് എമുക്കൾ. ചെറിയ അതിൻ്റെ ചുരുക്കമാണ് എക്സ് മുസ്ലിം എന്നുള്ളതിന് പറയുന്നതാണ്. അവരെക്കുറിച്ച് തന്നെ പറയുന്നത് ഞങ്ങൾ എക്സ് മുസ്ലിംസ് എന്നാണ്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അവർ നിരീശ്വരവാദികളാണോ യുക്തിവാദികളാണോ എന്നും ചോദിച്ചാൽ അവർ ശരിക്കും പറഞ്ഞാൽ സംഘപരിവാറിന് ഓശാന പാടുന്ന ടീമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവരുടെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ ദൗർഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞത് മനസ്സിലാവും. കാരണം ഇസ്ലാമിനെതിരെ കള്ളത്തരം എടുത്തു നീ പറഞ്ഞ പോലെ ഇതാണ് അവരുടെ പ്രധാന പരിപാടി. ഖുർആനിൽ നിന്നൊരു ഭാഗം എടുക്കുന്നു. കണ്ടില്ലേ ഖുർആൻ പറയുന്നത്? അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഞാനീ പറഞ്ഞു. ഖുർആനിൽ മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ കൊല്ലാനാവും. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിൻ്റെ തമാശ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള, ഞാൻ മുസ്ലിം അല്ല, ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ പരസ്യമായിട്ട് വന്ന് പറയാൻ, ഒരാൾ ഇസ്ലാം എന്ന് പോയാൽ അവനെ കൊല്ലണം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഒരാൾ ഇസ്ലാം എന്ന് പോയാൽ അവനെ കൊല്ലണം. മുസ്ലിങ്ങൾ ഇസ്ലാം എന്ന് ഒരാൾ പോയാൽ അവനെ തട്ടിക്കളഞ്ഞിരിക്കും. ഇയാളാരാ? ഇയാൾ ഇസ്ലാം എന്ന് പോയ ആളാണ്. മൂപ്പര് ജീവനോടെ ഇരുന്നിട്ട് പറയാൻ ഏതെങ്കിലും ഒരു മുസ്ലിം ഇയാളെ തട്ടിക്കളയാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇസ്ലാം എന്ന് ഒരാൾ പോയാൽ അവനെ തട്ടിക്കളയാന്ന് പറഞ്ഞാൽ ഇയാൾ ജീവിച്ചിരിക്കൂലല്ലോ. പക്ഷേ അവർ പറയാണ്, കണ്ടില്ലേ ഖുർആൻ ഇതാ മുസ്ലിങ്ങളല്ലാത്തവരെയൊക്കെ കൊല്ലണം എന്ന് പറയുന്നു. ഒരു ഭാഗം എടുത്തിട്ട് ഇതിനാണ് യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി എന്ന് പറയും. സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് പറയും. ഒരാൾ പറയാണ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയും. ഒരാൾ പറയാണ് നമസ്കരിക്കേണ്ടതില്ല. എന്താ നമസ്കരിക്കേണ്ടതില്ലാത്ത? ഖുർആനിൽ പറയുന്നുണ്ടല്ലോ നമസ്കാരക്കാർക്ക് നാശം എന്ന് പറയുന്നുണ്ടല്ലോ. ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ട്. ഒരാൾ ചോദിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളെടുത്ത് നോക്കൂ,
വവൈലുൽ ലിൽ മുസല്ലീൻ അല്ലേ? ഫവൈലുൽ ലിൽ മുസല്ലീൻ. അങ്ങനെ പറയുന്നുണ്ടോ? ഉദാഹരണമായിട്ട് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഒരായത്താണത് ഖുർആനിലുള്ളത്. ഒരാൾ ഖുർആൻ നോക്കി സൂറത്തുൽ മാഊൻ എന്നൊരു അധ്യായമുണ്ട്. ആ സൂറത്തിൽ പറയുന്നുണ്ട് നമസ്കാരക്കാർക്ക് നാശം. ഫവൈലുൽ ലിൽ മുസല്ലീൻ. അപ്പോൾ അതൊരാൾ എടുത്തിട്ട് പറയുകയാണെങ്കിലോ, എടുത്തിട്ട് പറഞ്ഞാൽ അത് ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തു. ആ ആയത്തിന് എന്താ അർത്ഥം? അതന്നെയാണ് അർത്ഥം. പക്ഷെ അതിന് ശേഷം പറയുന്നത് പറയാതെ ഇത് മാത്രം എടുത്താൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അർത്ഥം. നിസ്കരിച്ചാൽ നാശാന്ന് അതിൻ്റെ അർത്ഥം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. ഇതൊക്കെ അതിന് ശേഷം വരുന്നതാണ്. നമസ്കരിക്കുന്ന ആളുകൾ അശ്രദ്ധമായി നിസ്കരിക്കുന്നു. നിസ്കാരം എന്ന് പറയുന്നത് നമസ്കാരത്തിൽ അശ്രദ്ധമാവുന്നു, പിന്നെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നു. അത്തരക്കാരായ നമസ്കാരക്കാർക്ക് നാശം എന്നാണ് ഈ പറയുന്നത്. പക്ഷെ ഒരാൾ അത് മാത്രം എടുത്തിട്ട് കണ്ടില്ലേ എന്ന് പറഞ്ഞാലോ? അപ്പം ഇതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട പണി. വേദത്തിൽ നിന്ന് കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഭാഗങ്ങൾ തെറ്റിച്ചിട്ട് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് അവർ പറയാം. അപ്പോൾ അത് ഒന്നാമത്തെ, അവർക്കെതിരെയുള്ള ഒന്നാമത്തെ ചാർജ് ഷീറ്റ്. വേദഗ്രന്ഥത്തിൽ ചില ഭാഗങ്ങൾ എടുത്തിട്ട് ആൾക്കാരോട് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് പറയാം. രണ്ടാമത്തത് വയഖൂലൂന സമിഅനാ വഅസൈനാ വയഖൂലൂന സമിഅനാ വഅസൈനാ. അവർ പറയും ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ ധിക്കരിച്ചിരിക്കുന്നു. ശരിക്കും സാധാരണഗതിയിൽ പറയാറുള്ളത് ഇപ്പോൾ സമിഅനാ വ അതഅനാ എന്നാണ്. ഇതാണ് സാധാരണഗതിയിൽ പറയാറുള്ളതും പറയേണ്ടതും. ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഇതാണ് ഒബീഡിയൻസിൻ്റെ വർത്തമാനം. എവിടെയാണെങ്കിലും ഏതിലാണെങ്കിലും അങ്ങനെയുണ്ട്. ഇപ്പോൾ പട്ടാളത്തിൽ ഒബീഡിയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പട്ടാള ചിട്ട എന്ന് പറയുന്നത് തന്നെയാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹു പറയുന്നത് കേൾക്കണം, അനുസരിക്കണം. സ്മഉ വ അതീഉ, കേൾക്കൂ, അനുസരിക്കൂ. ഇപ്പോൾ സാധാരണഗതിയിൽ സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കേൾക്കുന്ന ആളുകൾ പറയുന്നത് സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. പക്ഷെ ഇവരെന്താ ഇത് പറയുന്നതിന് പകരം സത്യവിശ്വാസികളെല്ലാവരും സമിഅനാ വ അതഅനാ എന്ന് പറയുമ്പോൾ ഇവരതിൻ്റെ ഇടയിൽ കൂടി സമിഅനാ വ അസൈനാ. പെട്ടെന്ന് കേട്ടാൽ എല്ലാവർക്കും എന്ത് വിചാരിക്കും? സമിഅനാ വ അതഅനാ തന്നെ ഇവരും പറഞ്ഞതെന്നാണ്. പക്ഷെ സമിഅനാ എന്ന് ഉറക്കനെ പറയും. സമിഅനാ വ അതഅനാ, സമിഅനാ വ അസൈനാ. അള്ളാഹു പറയാണ് ഇവർ പറയുന്നത് സമിഅനാ വ അതഅനാ എന്നല്ല. ഇവർ പറയുന്നത് വയഖൂലൂന സമിഅനാ വ അസൈനാ. മുഹമ്മദേ, നീ പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടു, പക്ഷെ ആ കേട്ടതൊന്നും ഞങ്ങൾ അനുസരിക്കൂല കേട്ടോ എന്നാണ് അവർ പറയുന്നത്. ആളെ കളിയാക്കാണ്. ഇതൊരു പരിപാടി അവർക്കുണ്ടായിരുന്നു. അസ്സാമു അലൈക്കും എന്നവർ പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണും. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അവരങ്ങോട്ട് അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട്, എന്തിനാണ് നീ ഇങ്ങനെ കോപിഷ്ടയാകുന്നത്? നബിയെ, നിങ്ങൾ കേട്ടില്ല അവർ പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്നാണ്. അവർ അസ്സലാമു അലൈക്കും എന്നല്ല പറഞ്ഞത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നശിക്കട്ടെ എന്നാണ്. സാമു എന്നാണ് വിഷം എന്നാണ്. നിങ്ങൾ നശിക്കട്ടെ. അത് നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം അവർ വളച്ചിട്ട് നാവൊന്ന് കൂട്ടിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ആൾക്കാരെ വെറുതെ വിടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എന്തിനാ അപ്പം ഇനി ചൂടാകുന്നത്? ഞാൻ അവരോട് വഅലൈക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. വഅലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ടു യു എന്നാണ്. അപ്പം അവരെന്താണോ പറഞ്ഞത് അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ സ്ട്രാറ്റജിക്കലായിട്ട് മൂവ് ചെയ്യണം വേണ്ട. അല്ലാതെ നീ ദേഷ്യപ്പെട്ടിട്ട് അവരോട് ചൂടായിട്ട് കാര്യമില്ല എന്ന് പറയും. ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ സമിഅനാ വ അസൈനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങളിതൊന്നും അനുസരിക്കാൻ പോകുന്നില്ല കേട്ടോ എന്ന് പതുക്കെ പറയും. ഇനി വസ്മഅ ഗൈറ മുസ്മഇൻ. വസ്മഅ,
പ്ലീസ് ലിസൺ. വസ്മ എന്നാണ്, ഇസ്മ എന്നാണ് കേൾക്കുന്നാണ്. ഗൈറ മുസ്മ എന്ന് പതുക്കെ പറയും. ഇതിന് ഈ ഇസ്മ ഗൈറ മുസ്മ എന്ന് പറഞ്ഞതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ടോ മൂന്ന് തരത്തിൽ അതിന് തഫ്സീറുകളിലൊക്കെ കാണാം. ഒന്ന് ഇസ്മ ഗൈറ മുസ്മ എന്ന് പറഞ്ഞാൽ കേൾക്കണേ എന്ന് ഉറക്കെ പറയും, കേൾക്കാതിരിക്കട്ടെ എന്ന് പതുക്കെ പറയും. ഇതാണ് ഇസ്മ ഗൈറ മുസ്മ എന്ന് പറഞ്ഞതിൻ്റെ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ഈ ഗൈറ മുസ്മ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കാത് പൊട്ടൻ, എന്താണ് ഇതിനോട് പറയുക, ചെകിടൻ അല്ലേ, ബധിരൻ എന്നൊരർത്ഥമുണ്ട് ഗൈറ മുസ്മ. ഇസ്മ ഗൈറ മുസ്മ, എടാ പൊട്ട നീ കേൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ത്രത്തിലൊരു പൊട്ടാന്ന് വിളിക്കുക, ഇതാണ് അവരുടെ ഉദ്ദേശം. ഇസ്മ ഗൈറ മുസ്മ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം നബിയെ ബദിര എന്നും നബിയെ പൊട്ട എന്നും തന്ത്രത്തിൽ വിളിക്കുക. മൂന്നാമത്തേത് ഇസ്മ ഗൈറ മുസ്മഇൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കേൾക്കൂ, നീ അത്ര കേൾക്കാൻ പറ്റിയ ആളൊന്നും അല്ല. ഗൈറ മുസ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമുണ്ട്, നീ കേൾക്കാൻ പറ്റിയ ആളൊന്നും അല്ല, നീ അത്ര വലിയ ആളൊന്നും അല്ല, എന്നാൽ ഞങ്ങൾ പറയണമെന്ന് കേൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നബിയെ 3 രൂപത്തിൽ കളിയാക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു എന്നാണ് ഈ വസ്മ ഗൈറ മുസ്മഇൻ, നീ കേൾക്ക്, നീ അത്ര കേൾക്കാൻ പറ്റിയ ആളൊന്നും അല്ല എന്ന് പറയുന്നത്. വറാഇന, ഇത് നമ്മൾ മുമ്പ് സൂറത്തുൽ ബഖറയിൽ പഠിച്ചിട്ടുണ്ട്. വറാഇന, ഞങ്ങളെ ഒന്ന് പരിഗണിക്കണം, ഞങ്ങളെയും കേൾക്കണം, ഞങ്ങളെയും നോക്കണം, ഞങ്ങൾ ബാക്കിലാണ്, ഞങ്ങളെയും പറയണമെന്ന് കേൾക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം ഇത് കുറച്ചൊന്നും കൂടി വിശദാംശങ്ങൾ പറയേണ്ടതുണ്ട്, അതിപ്പോൾ ഇന്ന് പറയാൻ നമുക്ക് സമയമല്ല. അപ്പോൾ പ്രധാനമായും ഇപ്പോൾ അവരുടെ രീതി സ്വഭാവം പറഞ്ഞത് ഈ മിനല്ലദീന ഹാദു, ജൂതമതം സ്വീകരിച്ച ആളുകൾ, യുഹരിഫൂനൽ കലിമാൻ മവാദിഇഹി, അവർ വാക്കുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്നു. യുഹരിഫൂനൽ കലിമ എന്നുള്ളതിന് ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നർത്ഥം പറയാം. വാക്കുകൾക്ക് ദുർവ്യാഖ്യാനം, അതിന് ശരിക്കുള്ള അർത്ഥമല്ലാത്ത വേറെ അർത്ഥം കൊടുക്കുന്നു. വാക്കുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്നു എന്നർത്ഥവും പറയാം. വയഖൂലൂന സമിഅനാ വഅസൈനാ, അവർ പറയുന്നു ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം കേട്ടിരിക്കുന്നു, ഞങ്ങൾ ധിക്കരിച്ചിരിക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചൈൽഡിഷാണ്. കുട്ടികൾ ചിലപ്പോൾ പറയുന്നത് അള്ളാഹുവിൽ സത്യം, പകരം പതുക്കെ പറയും അള്ളാഹുവിൽ അസത്യം. എന്നിട്ട് നമ്മൾ വലിയ മിടുക്കന്മാരായിട്ട് ഞാൻ അള്ളാഹുവിൽ സത്യമൊന്നും അല്ല പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ അസത്യം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണ്. കുട്ടികളെ നമ്പർ അതൊക്കെ ഈ ചൈൽഡിഷായിട്ടുള്ള നമ്പറുകളൊക്കെയാണ് ഇവരിറക്കിയിരുന്നത്. ഇപ്പോൾ അവർ സെമിഅന വ അതഅന എന്ന് പറയുന്ന മട്ടിൽ സെമിഅന വ അസൈന എന്ന് പറയാം. എന്നിട്ട് ഞങ്ങൾ അതഅന എന്നല്ല പറഞ്ഞ അസൈന എന്നാണ് പറഞ്ഞത്. വളരെ ചൈൽഡിഷായിട്ടുള്ള ഇത്തരം കുതന്ത്രങ്ങൾ. വസ്മഅ ഗൈറ മുസ്മഇൻ, കേൾക്കൂ, നീ അത്ര കേൾക്കാൻ പറ്റിയ ആളൊന്നും അല്ല, എന്നാലും കേൾക്കൂ എന്ന് പറഞ്ഞ് നബിയെ കളിയാക്കുക. അവിടെ ചെവിട് പൊട്ട കേൾക്കൂ എന്ന് പറഞ്ഞു നബിയെ പരിഹസിക്കുക. വറാഇന, ഞങ്ങളെ പരിഗണിക്കൂ. റാഇന എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് റാഇന എന്ന് പറഞ്ഞാൽ റാഈന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആട്ടിടയ എന്നൊരർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ചെകിട് പൊട്ട എന്നൊരർത്ഥമുണ്ട്. ഇത് രണ്ടും ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് റാഇന എന്ന് പറയരുത്, പകരം ഉള്ളൂർന എന്ന് പറയണമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. صدق الله وصدق رسوله وبلغ رسالاته ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.